ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഇതിനെല്ലാം വെല്ലുന്ന രീതിയിൽ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഉള്ളിയും തക്കാളിയൊന്നും വരേണ്ട ആവശ്യമില്ല. ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളി, ഒരു വലിയ ഉള്ളി, 10 പച്ചമുളക്, ഒരു ഫുൾ വെളുത്തുള്ളി, ഒരു കുറച്ച് ചെറിയ പീസ് ഇഞ്ചി പേസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ അടുപ്പിക്കുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും. അതിൻ്റെ വിസിൽ പോയ ശേഷം അതിലേക്ക് പൊടികളായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് അതിനുശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു പൊട്ടാറ്റോ, ഒരു ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ, സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് മാറ്റിയതാണ്. പിന്നെ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് 2 വിസിലടുപ്പിക്കുക. വിസിൽ പോയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗേട്ട് അല്ലെങ്കിൽ തൈര് കേട് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ലെമൺ, ഒരു കൈപ്പിടി നിറയെ മല്ലിയിലിട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി പൊരിച്ചു പോരാം. അതിന് വേണ്ടിയിട്ട് ഒരു ഓയിൽ വെച്ച ശേഷം ഒരു ഫുൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ചെറിയ കളർ മാറ്റം വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സെയിം ഓയിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കണം. ഗീ ഒഴിക്കുന്ന ക്ലിപ്പിനടുത്ത് വിട്ട് പോയിട്ടുണ്ട്. പിന്നെ 1 കപ്പിന് 2 കപ്പ് എന്ന വെള്ളത്തിൻ്റെ കണക്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ട് അതിന് ഡബിൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളക്കം വേണം റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതിലേക്ക് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് കൊടുക്കാം. 1/2 ലെമണിൻ്റെ നീരും അതിൻ്റെ ജ്യൂസും പിന്നെ ആ ലെമണിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ റൈസിന് നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുൻപിൽ നിൽക്കണം. അങ്ങനെ ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ റൈസും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടൽ പരിപാടിയാണ്. അതെൻ്റെ ഫേവറേറ്റ് പാർട്ട് ബിരിയാണി വെക്കുമ്പോൾ. ഇനി നമുക്കതിലേക്ക് പാത്രത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസിൻ്റെ 1/2 പോർഷൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വെജ് ബിരിയാണിയല്ല, അതുകൊണ്ട് മിഡിലായിട്ടാണ് ഞങ്ങൾ മസാല ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അടിയിലിട്ട് കൊടുക്കേണ്ട, അത് മിഡിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1/2 പോർഷൻ ഇട്ട ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫുൾ മസാലയും അതിൻ്റെ മിഡിൽ പോർഷനിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ലെയറാണ്. അപ്പം ഫുൾ മസാല അതിൻ്റെ മേലിൽ അതിന് മസാല ഇടുന്നതിന് മുമ്പ് ആ ഉള്ളിയും ഫ്രൈ ചെയ്തതുണ്ടല്ലേ, അതിൻ്റെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട ശേഷമാണ് നമ്മൾ അതിൻ്റെ മേലിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നത്. ഫുൾ മസാലയും ഇട്ട ശേഷം നമ്മൾ ബാക്കി ആക്കി വെച്ചിട്ടുള്ള റൈസും കൂടി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മൾ ദമ്മിടൽ പരിപാടി. ഇവിടെ എല്ലാവർക്കും ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം. ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണേ. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഉള്ളിൽ വായിട്ട് സമയം കളയണം. പെട്ടെന്ന് കുക്കറിൽ മസാല ഉണ്ടാക്കാനും പറ്റും. റൈസും പെട്ടെന്ന് എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം റൈസ് നേരെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ക്യാരറ്റും എല്ലാം ഫുള്ളായിട്ട് അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഓപ്ഷണലായിട്ട് യെല്ലോ കളർ പാലിൽ ടർമറിക് ഇട്ടെടുത്തും ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ ബിരിയാണി സെറ്റ്.